തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. BJP അതിശക്തമായിട്ട് മുന്നേറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ വമ്പന്മാരുടെ നീണ്ട നിരയാണ്. മുൻ IG ശ്രീലേഖ IPS ഉൾപ്പെടെയുള്ളവരുടെ ഒരു നീണ്ട നിരയാണ് BJPയെ നയിക്കുന്നത്. എന്തായാലും അനന്തപുരിയുടെ വികസന സന്ദേശയാത്രയുമായിട്ടിപ്പോൾ BJP ഒരു പുതിയ കാൽവെപ്പിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രധാനമായും ഉന്നം വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക. വളരെ കർക്കശമായി പരിശോധിച്ച് ഓരോ സ്ഥാനാർത്ഥികളുടെയും സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി ആ വാർഡിൻ്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മുമ്പ് വളരെ നേരത്തെ തന്നെ BJP ഒരു മാസ്റ്റർ പ്ലാനോ പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഇതിനോടൊപ്പം പാരലായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനും BJPക്ക് അനുകൂലമായിട്ട് BJP ഭരിക്കണം, അത്തരത്തിൽ മാറണം എന്നുള്ളത് കേന്ദ്രത്തിന്റെ തന്നെ നിർദ്ദേശമാണ്. BJPയുടെ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെടുകയാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും. തൃശ്ശൂരിൽ ഒന്നും കൂടി ശ്രദ്ധയുണ്ട്. ഏത് പാർലമെന്റ് സീറ്റായിരിക്കും ആദ്യം എത്തുക പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് എന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെയും പ്രവചനങ്ങളും കണക്കുകൂട്ടലും ഒക്കെ തെറ്റിച്ചുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയാണ് അങ്ങ് ചെന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് തന്നെ ആ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയണം. അതിന് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തന്നെ പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷൻ നേടിക്കഴിഞ്ഞാൽ ഇതിനെ തുടർന്നുണ്ടാകാൻ പോകുന്ന ഫലം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. ഇതില് 3 നിയമസഭാ മണ്ഡലങ്ങൾ BJPക്ക് നേടാൻ കഴിയും. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഈ പറയുന്ന 3 മണ്ഡലങ്ങൾ നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 3ഇടത്തും BJP വളരെ മുന്നിൽ തന്നെയാണ് നിന്നത്. ഇതേ സമാനമായ രീതി തന്നെ ആയിരിക്കും തൃശ്ശൂരിലും ഉണ്ടാകാൻ പോകുന്നത്. തൃശ്ശൂരില് ഇതല്ലാതെയും ഇതിൽ കൂടുതലും ഒരുപക്ഷെ സംഭവിക്കാം. കാരണം തൃശ്ശൂർ പാർലമെന്റ് സീറ്റിൽ ഗുരുവായൂർ ഒഴികെ ബാക്കി 6 ഇടങ്ങളിലും BJP മുമ്പിൽ തന്നെ ആയിരുന്നു. ഗുരുവായൂർ മണ്ഡലം എന്ന് പറയുന്നത് അത് ലീഗിന്റെ ഒരു മണ്ഡലമാണ്. ലീഗിന് അനുകൂലമായ സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ലീഗോ അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോ ആയിരിക്കും നിയമസഭയിലേക്ക് മത്സരിക്കുക. അവർക്ക് വിജയിക്കാൻ കഴിയുന്ന രീതിയിൽ ലീഗിന് സ്വാധീനമുണ്ടെന്നുള്ളതാണ്. പക്ഷേ മറ്റിടങ്ങളിൽ BJPക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്നത് കേരള നിയമസഭയിലേക്കുള്ള 2026 തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേട്ടമാണ് ഇനിയിപ്പോൾ പലരെയും അന്താളിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് എന്തിനു വേണ്ടി നേരത്തെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തയ്യാറാക്കി ആകെ മുമ്പിൽ ഇറക്കിയിട്ടുള്ളത് ശബരിനാഥിനെയാണ്. ശബരിനാഥ് തിരുവനന്തപുരം സെൻട്രൽ മത്സരിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുരളീധരന് ശബരിനാഥനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു കളഞ്ഞത്. മുരളീധരന്റെ പ്രവർത്തന രീതിയും കണക്കുകൂട്ടലുകളും ഒക്കെ നല്ലത് തന്നെയാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷെ ശബരിനാഥിനെ തിരുവനന്തപുരത്തെന്നല്ല കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ തിരുവനന്തപുരത്ത് ഇറങ്ങി പ്രവർത്തിച്ചിട്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്.
ഇപ്പോൾ വെറും 10 സീറ്റിൽ നിൽക്കുന്നവരാണ്. ഇനി അത് സംപൂജ്യരായി മാറാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. കാരണം അവർ ഈ 10 സീറ്റ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ അവർ ഇനിയും ഉന്നം വെച്ചിട്ടുള്ള മണ്ഡലങ്ങളും ഒക്കെ തന്നെ BJP നേടിയെടുക്കാൻ പോകുന്ന വാർഡുകളാണ്. BJP നേടിയെടുക്കുമ്പോൾ അതിൻ്റെ നഷ്ടം സംഭവിച്ചിട്ടുള്ളതെല്ലാം UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിനാണ്. അത് അവർക്ക് കൃത്യമായി അറിയാം. അരുവിക്കരയിൽ നിന്ന് K. ശബരിനാഥിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ്. ശബരിനാഥ് 2021 അരുവിക്കരയിൽ സ്റ്റീഫനോട് പരാജയപ്പെട്ടു. ഇനി അവിടെ നിന്നാൽ രക്ഷയില്ല. കാരണം 2016 വിജയിച്ചു. 2021 വന്നപ്പോൾ മണ്ഡലം നോക്കാത്ത ഒരാളെ വേണ്ട എന്ന് തീർച്ചപ്പെടുത്തി അരുവിക്കരക്കാര്. അങ്ങനെ തോറ്റു തുന്നം പാടി ഇരിക്കുമ്പോഴാണ് ശബരിനാഥിനെ ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചു കൊണ്ടുവരുന്നത്. വിദ്യാസമ്പന്നനാണ്, നഗരത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം, നല്ല വിഷനുണ്ട്, അതെല്ലാം സമ്മതിച്ചു. പക്ഷെ കോൺഗ്രസ്സുകാരിൽ ഈ തിരുവനന്തപുരം നഗരം കോൺഗ്രസ്സുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് താഴേക്ക് പോകും. എത്ര കാലം ഇവിടുത്തെ ഒരു MP നോക്ക്, കോൺഗ്രസ് അല്ലേ ഇവിടുത്തെ തിരുവനന്തപുരം MP ആയിട്ട് നടക്കുന്നത്? ശശി തരൂരിന് മുമ്പും കോൺഗ്രസ് MP-മാരുണ്ടായിരുന്നല്ലോ. ശശി തരൂരിനെ മാറ്റി നിൽക്കുക. ശശി തരൂർ വിശ്വപൗരനാണ്, തിരുവനന്തപുരത്തൊന്നും കിട്ടത്തില്ല. അദ്ദേഹത്തിന് തിരുവനന്തപുരം MP എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടതായ കാര്യങ്ങളൊന്നും MP-യിൽ നിന്ന് ഉണ്ടായിട്ടില്ല, നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മുമ്പ് ശിവകുമാർ ഇരുന്നിട്ടുണ്ട്, ചാൾസ് എത്ര തവണ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് നേട്ടമുണ്ടായി? തിരുവനന്തപുരത്തിന് ഒരു കാലത്ത് ഒരു MP-മാരിൽ നിന്ന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് 2024 രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ പറഞ്ഞത്, തിരുവനന്തപുരത്തിനെ ഞങ്ങൾ വേണ്ട രീതിയിൽ വികസിപ്പിച്ചു കൊണ്ടുവരും, അതിന് ഞങ്ങൾക്കൊരു വിഷനുണ്ട്, അതിന് ഞങ്ങളെ നിങ്ങൾ വിജയിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. കാരണം തിരുവനന്തപുരത്തിന് വികസന സാധ്യതകൾ വളരെ കൂടുതലാണ്. IT നഗരം കൂടിയാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം ചേർന്ന് നിൽക്കുന്നു. ലോക പ്രശസ്തി ആർജിച്ചിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം. ഏറ്റവും സമീപത്തായിട്ട് തന്നെ നിൽക്കുകയാണ് തമിഴ്നാട്ടിലാണെങ്കിൽ പോലും കന്യാകുമാരി. അങ്ങനെ വികസന സാധ്യതകളും ടൂറിസം സാധ്യതകളും വളരെ വിപുലമായിട്ടുള്ള ഒന്നാണ് തിരുവനന്തപുരം. വളരെ പ്രശസ്തമായ ശതകോടീശ്വരനായിട്ടുള്ള ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രം, സമീപത്ത് തന്നെ പൊന്മുടി ടൂറിസ്റ്റ് കേന്ദ്രം. ഇങ്ങനെ തിരുവനന്തപുരത്തിന് വലിയ വികസന സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ തിരുവനന്തപുരം നഗരം ഒന്നുകൂടി വികസിപ്പിക്കുന്നതിനും ഒക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ശ്രീലേഖ IPS-നെ പോലുള്ളവരുടെ ഒരു വമ്പൻ പട്ടിക മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും BJP 2025 തിരുവനന്തപുരം കോർപ്പറേഷൻ അവരിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഈ പട്ടികയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.